യോ ഗൈസ് എല്ലാവർക്കും ആനിമേ ബ്ലൈയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ആനിമേ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഗോട്ടഡ് ആയിട്ടുള്ള ആനിമയാണ് വൺ പീസ്. വൺ പീസ് ആക്ഷൻ അഡ്വഞ്ചറസ് ജോണറിൽപ്പെട്ട ഒരു ഷോണൻ ആനിമയാണ്. വൺ പീസ് ആനിമയെ ഫോളോ അപ്പ് ചെയ്യുന്നത് മങ്കി ഡി ലൂഫി എന്ന യങ് പൈററ്റിന്റെ കിങ് ഓഫ് ദി പൈററ്റ്സ് ആവുക എന്ന ഡ്രീമിനെ അച്ചീവ് ചെയ്യുന്ന ജേണിയാണ്. ആൻഡ് അതിന് വന്ന് നമ്മുടെ ലൂഫിക്ക് വൺ പീസ് എന്ന ഗ്രേറ്റ് ട്രഷർ കണ്ടുപിടിക്കണം. ആൻഡ് ഈ ഒരു ജേണിയിൽ ലൂഫി സ്ട്രോ ഹാറ്റ്സ് എന്നൊരു പൈററ്റ് ക്രൂവിനെ ക്രിയേറ്റ് ചെയ്യുകയും അവരുടെ കൂടെ ചേർന്ന് ധാരാളം ഐലൻഡ്സും ഓഷ്യൻസും എല്ലാം ട്രാവൽ ചെയ്ത് പവേഴ്സ് ആൻഡ് നോളജ് ഗെയിൻ ചെയ്യും. എന്നാൽ പറയുന്ന പോലെ ഈ ഒരു ജേണി അത്ര നിസ്സാരമല്ല. ലൂഫിക്കും തന്റെ ക്രൂവിനും ധാരാളം ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വൺ പീസ് ആനിമെ ഒരു എക്സെപ്ഷണൽ ആനിമയാക്കി മാറ്റുന്നത് അതിന്റെ വണ്ടർഫുൾ വേൾഡ് ബിൽഡിംഗ് ആണ്. വൺ പീസ് ആനിമയിൽ നമുക്ക് എല്ലാവിധ ഇമോഷൻസും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓൾമോസ്റ്റ് 26 ഇയേഴ്സ് ആയിട്ട് വൺ പീസ് ആനിമെ സക്സസ്ഫുൾ ആയി തന്നെ റൺ ചെയ്യുന്നുണ്ട്. നിലവിൽ നമ്മുടെ വൺ പീസ് ആനിമെ അതിന്റെ ഫൈനൽ സാഗയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതുവരെ ആയിട്ടും ഈ ഒരു സീരീസിലെ ധാരാളം മിസ്റ്റീരിയസ് ആയ കാര്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. ആ മിസ്റ്റീരിയസ് ആയ കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യെ പയ്യെ റിവീൽ ചെയ്യുമായിരിക്കും. ബട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വൺ പീസ് ആനിമയെ പറ്റി ചുരുക്കം ചിലർക്ക് മാത്രം അറിയുന്ന 10 ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്. എന്നാൽ അതിനു മുൻപ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. സോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ലഭിക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആ 10 ഫാക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാക്ട് നമ്പർ 1. ഇനിഷ്യലി ലൂഫിയുടെ ഒറിജിനൽ ഡിസൈനിൽ ഓഡ ലൂഫിക്ക് ഒരു സ്വാഡ് കൊടുക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഓഡ ലൂഫിക്ക് ഒരു യൂണിക് ആയിട്ടുള്ള ഐഡന്റിറ്റി കിട്ടുവാൻ വേണ്ടി ലൂഫിയെ ഒരു ബെയർ ഹാൻഡഡ് ഫൈറ്റർ ആക്കി മാറ്റി. ഫാക്ട് നമ്പർ 2. നിങ്ങൾക്കറിയാമോ നമ്മുടെ ഇച്ചിരോ ഓഡയുടെ ഫസ്റ്റ് പൈററ്റ് തീംഡ് സ്റ്റോറി വൺ പീസ് ആയിരുന്നില്ല. അത് വന്ന് ആക്ച്വലി ഒരു വൺ ഷോട്ട് മാംഗയായ റൊമാൻസ് ഡോൺ ആണ്. ഈ ഒരു വൺ ഷോട്ട് മാംഗ വന്ന് വൺ പീസിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആയിരുന്നു. ആൻഡ് ഇതിന്റെ ഏർലി ഡ്രാഫ്റ്റിൽ വന്ന് നമ്മുടെ ലൂഫിയും ഷാങ്സും ഒക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഫാക്ട് നമ്പർ 3. നിങ്ങൾക്കറിയാമോ നമ്മുടെ ഓഡ ഡെവിൾ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഷേപ്പ് ഡിസൈൻ ചെയ്തത് അദ്ദേഹം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ട്രാവൽ ചെയ്തപ്പോൾ അവിടെ വെച്ച് കണ്ട ഫ്രൂട്ട്സിനെ ബേസ് ചെയ്താണ്. ആൻഡ് ഇതിലെ മോസ്റ്റ് ഓഫ് ദ ഡിസൈൻസും മാംഗോ സ്റ്റീനിൽ നിന്നാണ് വന്നത്. ഫാക്ട് നമ്പർ 4. നമ്മുടെ നാമിയുടെ മണി ഒബ്സഷൻ വന്ന് ഇച്ചിരോ ഓഡയുടെ ഹൈസ്കൂളിലെ ഒരു മണി ഒബ്സസ്ഡ് ഗേളിൽ നിന്നും ഇൻസ്പയർഡ് ആയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ പെൺകുട്ടി മണി ഒബ്സസ്ഡ് ആണെങ്കിലും പെൺകുട്ടിക്ക് നമ്മുടെ നാമിയെ പോലെ ഒരു ട്രാജിക് ആയ ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. ഫാക്ട് നമ്പർ 5. നിങ്ങൾക്കറിയാമോ നമ്മുടെ ബഗ്ഗി ദ ക്ലൗണിന്റെ ഡിസൈൻ ഫേമസ് ആക്ടർ ആൻഡ് കൊമേഡിയനായ ചാർലി ചാപ്ലിന്റെ അപ്പിയറൻസിനെ ബേസ് ചെയ്താണ് ഡിസൈൻ ചെയ്തത്. ഇച്ചിരോ ഓഡയ്ക്ക് തന്റെ സ്റ്റോറിയിൽ ഹ്യൂമർ ആൻഡ് മെയിനൻസ് കമ്പൈൻ ചെയ്ത ഒരു ക്യാരക്ടറിനെ വേണമായിരുന്നു. ആൻഡ് ഇതുകൊണ്ടാണ് അദ്ദേഹം ബഗ്ഗിയെ ക്രിയേറ്റ് ചെയ്തത്. ഫാക്ട് നമ്പർ 6. നിങ്ങൾക്കറിയാമോ നമ്മുടെ വൺ പീസ് അനിമയിലെ സാഞ്ചിയുടെ നെയിം ആക്ച്വലി ഓഡ നറൂട്ടോ എന്ന് കൊടുക്കുവാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ടൈമിലാണ് നമ്മുടെ കിഷിമോട്ടോയുടെ നറൂട്ടോ മാങ്ക ഫേമസ് ആവുന്നത്. സോ അങ്ങനെയാണ് ഇവിടെ തന്റെ ക്യാരക്ടറിന് നറൂട്ടോ എന്ന പേര് കൊടുക്കുന്നത് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിയ ഓഡ ആ ഒരു പേര് മാറ്റി സാഞ്ചി എന്നാക്കിയത്. ഫാക്ട് നമ്പർ 7. നമ്മുടെ വൺ പീസ് അനിമയിലെ ചോപ്പറിന്റെ ഫസ്റ്റ് സ്കെച്ച് ഓഡ ഒറിജിനലി വരച്ചത് ഒരു ചെയിൻ സ്മോക്കിംഗ് സീബ്ര റെയിൻഡിയറിനെ പോലെയായിരുന്നു. പിന്നീട് ഇത് ഷൂട്ടാകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു ഓഡ ചോപ്പറിന് ഇപ്പോൾ കാണുന്ന പോലെ ഒരു കോട്ടൺ ക്യാൻഡി റെയിൻഡിയർ ആക്കിയത്. ഫാക്ട് നമ്പർ 8. നമ്മുടെ ഊസോപ്പിന്റെ ബർത്ത്ഡേ ഏപ്രിൽ 1 ആണ്, അതായത് ഏപ്രിൽ ഫൂളിന്റെ അന്നാണ്. സോ ഇത് ശരിക്കും മേക്ക് സെൻസ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്കറിയാം ഊസോപ്പ് ശരിക്കും ഒരു ഗുഡ് ലയർ ആണ്. ഫാക്ട് നമ്പർ 9. ഒരിക്കലും ഓഡ SBS പറഞ്ഞിരുന്നു സോറോ ഒരു റിയൽ വേൾഡ് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഓഡ സോറോയെ ജപ്പാനിൽ നിന്നും ഒരു ക്യാരക്ടറായി കൊണ്ടുവരും. ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സോറോയുടെ ഫൈറ്റിംഗ് സ്റ്റൈല് ജാപ്പനീസ് സ്വാഡ് ഫൈറ്റിംഗ് സാമുറായിസിനെ പോലെയാണ്. ഫാക്ട് നമ്പർ 10. നിങ്ങൾക്കറിയാമോ സീരീസിന്റെ ഏർലി ഡ്രാഫ്റ്റില് ഷാങ്സിനെ കുറച്ചും കൂടി ആക്റ്റീവ് ആൻഡ് റെഗുലർലി അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടർ ആയിട്ടാണ് കൊണ്ടുവന്നത്. എന്നാൽ ഓഡ വന്ന് പിന്നീട് ഷാങ്സിനെ മിസ്റ്റീരിയസ് ആയിട്ട് വെക്കാൻ തീരുമാനിച്ചു. ഓക്കെ ദെൻ, അപ്പോൾ ഇതാണ് നമ്മുടെ വൺ പീസ് അനിമയെ പറ്റി ചുരുക്കം ചിലവർക്ക് മാത്രം അറിയാവുന്ന 10 ഫാക്ട്സ്. ആൻഡ് ഇനി വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് തരൂ. അതുപോലെ നിങ്ങൾക്ക് ഇനി ഏത് ആനിമേ സീരീസിന്റെ വീഡിയോ ആണ് വേണ്ടതെന്ന് കമന്റിലൂടെ പറയൂ. ഓക്കെ ദെൻ, നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർബ്.